ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ്, എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് തമ്പനെയിൽ ഉണ്ടാക്കുന്നത്, ഏതാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ഇൻഷോട്ട്, പിന്നെ കൈൻമാസ്റ്റർ, പിന്നെ ക്യാൻവ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കൂടുതലും ഇൻഷോട്ട്, കൈൻമാസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നേരെ ഉപയോഗിക്കുന്നത് ക്യാൻവയാണ്. അപ്പോൾ അതിനു മുമ്പായി എൻ്റെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നിങ്ങൾ നമ്മളുടെ ഡിവൈസിൽ ഞാനിന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇൻഷോട്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. മറ്റുള്ളത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പം ഞാൻ ഇൻഷോട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് മാത്രം ഇന്ന് പറയാം. അപ്പോൾ അതിന് നമ്മളുടെ ഡിവൈസിൽ ഇൻഷോട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ, ഫോട്ടോ, കോളേജ് എന്ന് പറഞ്ഞിട്ട്. വീഡിയോയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക, ഫോട്ടോയിൽ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യുക, തമ്പനെയിൽ ഉണ്ടാക്കാം. അതേമാതിരി കോളേജിൽ നമുക്ക് ഫോട്ടോകൾ മിക്സ് ചെയ്തിട്ട് കോളേജ് നിർമ്മിക്കാം. ഇവിടെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതിനായി നമ്മൾ വീഡിയോ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. നമ്മൾ വീഡിയോ എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ന്യൂ എന്നുള്ളിടത്ത് പ്ലസ് ബട്ടണിൽ നിൽക്കിയാൽ നമുക്ക് പുതുതായിട്ട് കാണും. ഞാനിവിടെ ഒരുപാട് ഇതിന് മുമ്പ് ചെയ്തത് ഞാൻ ഡ്രാഫ്റ്റാക്കി വെച്ചത് ഇതിൽ ഓൾറെഡി ഉണ്ട്. ഏകദേശം 16 ഡ്രാഫ്റ്റ് ഞാൻ ചെയ്ത് 16 വീഡിയോകളും ഇതിൽ ഓൾറെഡി ഉണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ടെത്തും. അവിടെ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോകൾ സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതിനായി ഞാൻ കുറച്ച് ഫോട്ടോകൾ സെലക്ട് ചെയ്യുകയാണ്. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തായാലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോകൾ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് സെലക്ട് ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് ഇതിൽ വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മ്യൂട്ട് ക്ലിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൗണ്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവായി കിട്ടും. ഈ മ്യൂട്ട് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ഒപ്പമുള്ള സൗണ്ട് നമുക്ക് മ്യൂട്ടായി കിട്ടും. സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട സൈസ് ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ട സൈസ്, യൂട്യൂബിലേക്ക് വേണ്ട സൈസ്, ടിക്ടോക്കിലേക്ക് വേണ്ട സൈസ്, അങ്ങനെ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിലേക്കുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ 9:16 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുത്താൽ നമുക്ക് ആ ഒരു സൈസിലേക്ക് ആ വീഡിയോ ക്രിയേറ്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് അടുത്തതാണ് നമുക്ക് ഓഡിയോ. ഈ ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഈ മ്യൂസിക് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ നമുക്ക് മ്യൂസിക്കുകൾ, അതായത് മൈ മ്യൂസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ
ഫോണിലുള്ള എല്ലാ മ്യൂസിക്കുകളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലൊരു മ്യൂസിക് ആഡ് ചെയ്യാണ്. ഞാനൊരു മ്യൂസിക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു മ്യൂസിക് ആഡ് ചെയ്തു. യൂസ് കൊടുത്താൽ ഇതിലേക്ക് ആഡായി. ഇപ്പോൾ ഇതിലേക്ക് ആഡായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ തന്നെ ഉള്ളതാണ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട ഏതെങ്കിലും എഫക്റ്റ് സൗണ്ടായിട്ടുള്ള അങ്ങനെ അങ്ങനെ വേണ്ട എഫക്റ്റുകൾ ഏതാണോ, ഇപ്പോൾ ഒരു ബെല്ലിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വേണ്ട എഫക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് വേണ്ട സോങ്സുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, അതിനും പറ്റും. പിന്നെ അതിലടുത്തതായിട്ട് വരുന്നതാണ് റെക്കോർഡ്. നമുക്ക് ഒരു ഇതിലേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഓഡിയോ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ റെക്കോർഡായി നമുക്ക് വേണ്ട റെക്കോർഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇതിലേക്ക് റെക്കോർഡായി. ഇത് പ്രസ് ഒന്നും കൂടി ടിക്ക് കൊടുത്താൽ അത് റെക്കോർഡായി. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതിലേക്ക് ആഡായി. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടാമത് നമ്മൾ വോയിസ് കൊടുത്തത് വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ എൻഡ് എന്നുള്ളത് അങ്ങനെ ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ AI സ്പീച്ച്, നമുക്ക് ഇതിൽ AI സ്പീച്ചുകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിക്കറാണ്. സ്റ്റിക്കറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് സ്റ്റിക്കർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിക്കർ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് വേണ്ട സ്റ്റിക്കർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ക്യാമറയുടെ ചിഹ്നമുള്ള സ്റ്റിക്കർ ഞാൻ ആഡ് ചെയ്ത് അത് നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് വെച്ചിട്ട് ഇവിടെ വെക്കണമെങ്കിൽ വേണ്ട സ്ഥലത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് ടിക്ക് കൊടുത്താൽ നമുക്ക് ഓൾറെഡി അത് അതിലേക്ക് ആഡായി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിക്കറിൽ തന്നെ പോയിട്ട് നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗാലറി ചിഹ്നത്തിൽ പോയിട്ട് ഇപ്പം ഞാനെൻ്റെ ഈ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഒന്നും കൂടി പ്രസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുത്താൽ അത് അതിലേക്ക് ആഡാവും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ നമ്മൾ യൂട്യൂബ് അല്ല ഫേസ്ബുക്കിലേക്ക് എന്തിലേക്കാണോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് മുമ്പുള്ള ഈ സെർച്ച് ബാറിൽ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ സോഷ്യൽ എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇതിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സബ്സ്ക്രൈബ് എന്നുള്ള ഇത് സെലക്ട് ചെയ്ത് അത് ഇതിലേക്ക് വന്നു. അതും ഞാനിവിടെ നമ്മൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് സൈസ് റെഡിയാക്കി കൊടുത്തു, ടിക്ക് കൊടുത്തു. പിന്നെ നമുക്ക് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഒരു അടിപൊളി ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതേമാതിരി ഒരു AI സ്പീച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ AI സ്പീച്ച് ഒക്കെ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഭാഗം നമുക്ക് ബ്ലറർ ആക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എനിക്ക് ഈ ഓപ്ഷന് ഇപ്പോൾ എൻ്റെ ഈ ഫോട്ടോ എനിക്ക് ബ്ലറർ ചെയ്യണം. അതിന് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ഈ ഭാഗം ഞാൻ ചെയ്യാണ്. നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും.
ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ അതിൽ തന്നെ നമ്മൾ ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ബട്ടൺ ഉണ്ട് ഡൂഡിൽ എന്ന് പറഞ്ഞിട്ട്, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഭാഗം, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഒക്കെയാണ് അതിലൊരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് മറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഞാൻ ഒന്ന് മായ്ച്ച് ഓക്കെ വെച്ചു. അത് നമുക്ക് ടിക്ക് കൊടുത്താൽ നമുക്ക് അങ്ങനെ വരും. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എവിടെ വേണം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വീഡിയോ എൻഡ് വരെ വേണോ എല്ലാം ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ സംഗതികളും നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇതിൽ പറ്റും. നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് എഡിറ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്കിത് എഡിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വേണ്ടാത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കോപ്പി ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് എഫക്റ്റാണ്. ഇപ്പോൾ നമ്മൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. എഫക്റ്റ് നമുക്കിതാ അങ്ങനെ ഏത് എഫക്റ്റുകളും നമുക്ക് കൊടുക്കട്ടോ. അത് ഞാൻ ഒറിജിനൽ തന്നെ ആക്കുകയാണ്. ഓക്കെ, ഒറിജിനൽ തന്നെ ആക്കി. പിന്നെ AI എഫക്റ്റ് ഫിൽറ്റർ കൊടുക്കുക. നമുക്ക് വേണ്ട ഫിൽറ്റർ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ അതേമാതിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ലൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, വാംത്ത്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്. നമുക്ക് ഓരോന്ന് ആവശ്യത്തിനനുസരിച്ച് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ആവശ്യമുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പിന്നുള്ളതാണ് എഫക്റ്റ് കഴിഞ്ഞ് പിന്നെ ഫിൽറ്റർ. പിന്നെ നമുക്കിപ്പോൾ ഒരു പിന്നെ നമുക്കുള്ളതാണ് ഇതാ ഈ PIP എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷന്. അത് നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ അതിനോട് കൂടെ എനിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പം മറ്റൊരു വീഡിയോ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പിന്നുള്ളത് നമ്മളെ ഡ്യൂറേഷൻ, നമുക്ക് ഇത് എത്ര സെക്കൻഡ് വേണം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ എത്ര സെക്കൻഡ് വേണമെന്നുള്ള നമുക്ക് കറക്റ്റ് നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓക്കെ കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് സ്പ്ലിറ്റ്. ഈ സ്പ്ലിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഞാനിവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോ ഈ പിക്ചർ എനിക്ക് രണ്ടാക്കണം. അങ്ങനെ രണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ പൊസിഷനിലോ എവിടെ നമുക്ക് വേണ്ടത് അവിടെ സ്പ്ലിറ്റ് ആക്കണം. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ആരോ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് എന്നുള്ളത് കൊടുത്താൽ അത് സ്പ്ലിറ്റ് ആവും. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. അത് ഞാൻ ഈ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിക്ചർ എന്തെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടും ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മൾ ഇതിൻ്റെ വോളിയം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വോളിയം ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയും മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളറ് എങ്ങനെ കൊടുക്കുക, കളർ കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട്, അത് കൊടുക്കുക. പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്. അങ്ങനെ നമ്മൾ ഓരോന്നിനും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ അടുത്തതാണ് നമ്മളുടെ സ്പീഡ്, അതായത് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ കുറച്ച് വെക്കാം, കൂട്ടി വെക്കാം. പിന്നെ നമുക്ക് വേണ്ട സ്പീഡിൽ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നുള്ളതാണ് ആനിമേഷൻ കൊടുക്കാം. നമുക്കിപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇതിന് ഈ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അത് അങ്ങനെ കൊടുക്കട്ടെ. ആനിമേഷൻ ഓരോ സംഗതിക്കും അങ്ങനെ ആനിമേഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ AI കട്ട്, പിന്നെ ക്രോപ്പ്. നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ആക്കാൻ പറ്റും. പിന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഭാഗം ഇത് ഇങ്ങനെ സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് HD ടൈപ്പിൽ ഇതാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ HD എന്നുള്ളതിൽ പോയാൽ മതി. പിന്നെ കട്ടൗട്ട് എന്നുള്ളതിൽ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് മാസ്ക് എന്നുള്ളതിൽ പോയാൽ നമുക്ക് ഒരു ഭാഗം മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റും. അപ്പോൾ ഈ ഭാഗം എനിക്ക് മാസ്ക് ചെയ്തിടണം. ഞാൻ ഈ ഭാഗം കുറച്ച് മാസ്ക് ചെയ്തിട്ടാണ്. അതിന് നമുക്കിത് വലുപ്പത്തിന് ഇതിനൊക്കെ ഞാൻ ഈ ഭാഗം മാസ്ക് ചെയ്തു. ഓക്കെ, ആ ഭാഗം മാസ്ക് ചെയ്തു. പിന്നെ ഒക്ടാവിറ്റി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ വോയിസ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നുള്ളതാണ് നമുക്ക് വോയിസ് എഫക്റ്റ്. ഇത് നമുക്ക് വോയിസ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു പിക്ചറിൻ്റെ തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. പിന്നെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അങ്ങനെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് ചെയ്ത് ചെയ്യാം. റിവേഴ്സ് ഈസി, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓഡിയോ സെലക്ട് ചെയ്തത് നമുക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഓഡിയോ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഭാഗം മാത്രം കട്ട് ആദ്യം ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഭാഗം വേണ്ടത് ഒന്നും കൂടി നമ്മൾ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഏത് ഭാഗം വേണ്ടത് ഇപ്പോൾ ഈ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഡിലീറ്റ് എന്ന് കൊടുത്താൽ അത് ഡിലീറ്റായി. അപ്പോൾ അങ്ങനെ പോകും. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അങ്ങനെ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ നമ്മളെ ഗാലറിയിൽ നിന്ന് തന്നെ എക്സ്ട്രാ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയിട്ട് ഗാലറി പോയാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് പിന്നെ ആഡ് ചെയ്യാൻ കഴിയും. അതെല്ലാം ഒരു ബ്ലാങ്ക് പേജാണ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇതെടുത്തിട്ട് അങ്ങനെ ഫോട്ടോസ്, ഒരു സ്റ്റിക്കർ, ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് പിന്നെ ഇതിൽ ഓരോന്ന് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് നമുക്ക് മനസ്സിലായി കിട്ടും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള മുകളിൽ കാണാം. ഈ എക്സ്പോർട്ട് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇത് കൺവേർട്ടായിട്ട് വരും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഗാലറിക്ക് ഓൾറെഡി സേവ് ആകും. അതിനോട് കൂടെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. ബൈ.